സത്യം ഞാൻ പറഞ്ഞ്. ഞാൻ വീണ്ടും വീണ്ടും വൊമിറ്റ് ചെയ്തപ്പോ എനിക്ക് സംശയം തോന്നി. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോഴാ ആ സന്തോഷമുള്ള കാര്യം അറിഞ്ഞ്. അമ്മേ, എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അമ്മേ. നീ സത്യമാണോ ഈ പറയുന്നേ? ഈ കാര്യം ആരെങ്കിലും കള്ളം പറയൂ? ഞാൻ അമ്മയാവാൻ പോവും അമ്മ. ഐശ്വര്യ, ഇതെന്തായാലും നല്ലൊരു കാര്യമല്ലേ? എന്റെ ഈശ്വര, ഒടുവിൽ നീ പ്രാർത്ഥന കേട്ടല്ലോ. അമൃതടുത്തി, എനിക്കിപ്പോ എന്തോ വല്ലാത്ത ക്ഷീണമൊക്കെയാ. അതങ്ങനെയാ, സൂക്ഷിക്കണം. ഇനി നല്ല ശ്രദ്ധയൊക്കെ വേണം. യാത്രകളൊക്കെ കുറയ്ക്കണം. എനിക്ക് ഇതിന്റെ രീതിയൊന്നും അറിയില്ല. എനിക്ക് എല്ലാം അമൃതടുത്തി പറഞ്ഞു തരണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സന്തോഷായിട്ടൊന്നിരുന്നാ മതി. മോളെ, അമ്മ, അപ്പോ എന്റെ അരുണിന്റെ കുഞ്ഞ് മോളുടെ വയറ്റില്. ഈശ്വരാ, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാ, എത്രമാത്രം പ്രാർത്ഥിച്ചതാ. ഇനി മോളുടെ മനസ്സില് മറ്റു വിഷമമൊന്നും ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ഇടയ്ക്ക് നീ ശ്യാമയോട് ചില വേണ്ടാത്ത വേലകളൊക്കെ കാട്ടി. അതെനിക്ക് ഒട്ടും ഇഷ്ടായില്ല. അതാ ഞാൻ നിന്നോട് കുറച്ച് അകൽച്ച കാണിച്ച്. അറിയാം അമ്മേ, എന്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെ ഒരു ചിന്തയും നിന്റെ മനസ്സിലുണ്ടാവരുത്. എപ്പോഴും മനസ്സ് സന്തോഷായിട്ട് വെക്കണം. അറിയാം അമ്മേ. അമ്മയുടെ മാനസികാവസ്ഥ വയറ്റിലുള്ള കുഞ്ഞിനെയും ബാധിക്കും. അത് നീ മറക്കരുത്. ഞാനിനി അമ്മയും അമൃതടുത്തേയും പറയുന്നത് പോലെ അനുസരിക്കാം അമ്മേ. അനുസരണയുടെ കാര്യമൊന്നും അല്ല ഐശ്വര്യ. ഇനി നിനക്ക് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാ പ്രധാനം. ആ ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി. ശരി അമൃതടുത്തേ. എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ എല്ലാരും അറിയിക്കട്ടെ. ഈശ്വര, നീ ഈ കുടുംബത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങളാ കൊണ്ടുവന്നിരിക്കുന്നെ. എന്റെ അഖി, എന്റെ അരുൺ, രണ്ടാൾക്കും കുഞ്ഞുങ്ങൾ പിറക്കാൻ പോവാ. കാത്തോളണേ ഭഗവാനെ. മായ പറഞ്ഞത് ശരിയാ. പ്രഗ്നൻസി അത് പെണ്ണിന് നല്ല ആയുധമാ. ആ, ഈ കള്ളഗർഭം വെച്ച് ഞാൻ ഇവിടെ ഒന്ന് വിലസും.